ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. നമ്മളിന്ന് മറ്റൊരു വ്യഞ്ജനാക്ഷരം പഠിക്കാൻ പോവുകയാണ്. ടീച്ചറിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പഠിച്ചാലോ? ഓക്കെ, പഠിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന വ്യഞ്ജനാക്ഷരം പറയുന്ന ഉച്ചാരണം ഷ. എന്താണ്? ഷ എന്ന് പറഞ്ഞേ. ഷ എന്ന് പറഞ്ഞേ. ഷ. കിട്ടിയോ? ഷ. ശ്രദ്ധിക്കുക, നമ്മൾ ചില അക്ഷരങ്ങൾ നമുക്ക് പറയുന്നത് കുറച്ച് നമുക്ക് ഒരേപോലെ തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ അക്ഷരം ഇതേതാണ്? ഷ. ഷ പറഞ്ഞേ. ഷ. ഈ അക്ഷരം ഷ. കണ്ടോ? പറയുന്നതിൽ വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ഈ അക്ഷരം ഷ, ഇത് ഷ. മാറിപ്പോവരുത്. ഈ അക്ഷരം ഷ, ഈ അക്ഷരം ഷ. ഷ. എങ്ങനെ എഴുതുന്നതെന്ന് നോക്കാം. ഇതിപ്പോ ചിന്തിക്കണ്ട, ഇത് ഓൾറെഡി നമ്മൾ പഠിച്ച് കഴിഞ്ഞതാണ്. ഈ അക്ഷരം ഷ എങ്ങനെയാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കാട്ടാ. നോക്കിയിരിക്കുക, ശ്രദ്ധയോടെ ഇരിക്കുക. കണ്ട? കിട്ടിയോ? ഇങ്ങനെയാണ് ഷ എന്ന അക്ഷരം എഴുതേണ്ടത്. ഷാജഹാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ? മഷി, ഷാജഹാൻ അല്ലേ? അതൊക്കെ ഈ ഷ, അതാണ് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. പ പോലെ വരിക. കണ്ടോ? ഇവിടം വരെ പ പോലെ വരിക. എന്നിട്ട് കണ്ട, ഇതാണ് ഷ. കിട്ടിയോ? ഒന്നും കൂടെ എഴുതാം. ശ്രദ്ധിച്ചിരിക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. കണ്ട? കിട്ടിയോ? മനസ്സിലായോ? കിട്ടിയില്ലേ? ടീച്ചർ ഒന്നുകൂടെ എഴുതി കാണിക്കാം. കണ്ട? കിട്ടിയോ? ഇങ്ങനെയാണ് ഷ എഴുതുന്നത്. ഒന്നുകൂടെ എഴുതാം. ഇതിവിടെ ഒപ്പം വരണം കേട്ടാ. ഒന്നുകൂടെ നോക്കിയേ. ഇങ്ങനെ എഴുതുക. കണ്ടോ? ഇതാണ് ഷ. എന്ന് പറഞ്ഞേ. ഷ, ഷ, ഷ. ഉദാഹരണം, ഒരു വാക്ക് പഠിക്കുക. അതിന് ഒന്ന് രണ്ട് തവണയും കൂടെ ടീച്ചർ എഴുതി തരാം എങ്ങനെയാണത് എഴുതുന്നതെന്നുള്ളത്. നോക്കുക. കണ്ട? ഷ. ശ്രദ്ധയോടെ ഇരുന്നാലാണ് മനസ്സിലാവുള്ളൂ കേട്ടാ. കണ്ട? ഇങ്ങനെയാണ് ഷ എഴുതുന്നത്. ഒന്നുകൂടെ നോക്കിയേ. പ എഴുതുക, എന്നിട്ട് ഇങ്ങനെ ഇവിടെന്ന് എടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. ഇവിടെ നമ്മൾ പ എഴുതി അല്ലെ? ഇവിടം വരെ നമ്മൾ പ എഴുതി. ശേഷം എന്താ? ഇവിടെന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. കണ്ടാ? ഇതാണ് ഷ. ഒന്നുകൂടെ എഴുതാം. പ എഴുതി, അതേ ലൈനിലൂടെ കുറച്ച് പോന്നിട്ട് ഇതിങ്ങനെ. കണ്ട? ഇതാണ് ഷ. കിട്ടിയാ?
ഒന്നുകൂടെ നോക്കിയേ. കണ്ടോ? ഇതാണ് ഷ എന്ന വ്യഞ്ജനാക്ഷരം. ഇത് ഉപയോഗിച്ച് നമുക്ക് ഒരു വാക്ക് പഠിക്കാം. ഓക്കെ, വാക്ക് പഠിച്ചാലോ? ഷ ഉപയോഗിച്ച് നോക്കാട്ടോ, ശ്രദ്ധിച്ചിരിക്കുക. ഇതേതാണ് അക്ഷരം? മ അല്ലെ? ഇപ്പൊ നമ്മൾ പഠിച്ച അക്ഷരം ഏതാണ്? ഷ അല്ലെ? അപ്പൊ മ ഷ ഇത്രയും വരെ എഴുതി. ഇതെന്താ? ഈയുടെ ചിഹ്നം. അപ്പൊ എന്ത് വരും? ഷി. കൂട്ടി വായിക്കുമ്പോ മ ഷ ഇ. അപ്പൊ എന്താണ്? മഷി. എന്താണ്? ഷ ഇ ഷി. കൂട്ടി വായിക്കുമ്പോ മ ഷി, മഷി എന്ന് പറഞ്ഞേ, മഷി. ടീച്ചർ ഇപ്പൊ ഈ ബോർഡിൽ എഴുതുന്നത് അല്ലെ, ഇങ്ങനെയൊക്കെ എഴുതുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ഈ പേനയിലുള്ളത്? മഷി അല്ലേ? നമ്മൾ പേന കൊണ്ട് എഴുതാൻ തുടങ്ങുമ്പോൾ, ഇപ്പൊ നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ് അല്ലേ, പെൻസിൽ കൊണ്ടൊക്കെ ആയിരിക്കും എഴുതുന്നത്. കുറച്ചും കൂടെ വലുതാവുമ്പോൾ നിങ്ങൾ പേന കൊണ്ട് എഴുതും. അപ്പൊ അതിലെന്താണ് നിറയ്ക്കുന്നത്? ഇങ്ക്, മഷി. മഷിയാണ് നിറയ്ക്കുന്നത് അല്ലെ? നിങ്ങളുടെ പേരൻസ് ഒക്കെ പേന ഉപയോഗിച്ചായിരിക്കും എഴുതുന്നത് അല്ലെ, അല്ലെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ. അപ്പൊ അവരെന്തുകൊണ്ടാണ് എഴുതുന്നത്? മഷി. മഷി ഉണ്ടാ ബോട്ടില് നോക്കിയേ. ഷ ഉണ്ടാ? ഷ ടീച്ചർ ഇപ്പൊ പഠിപ്പിച്ച ഷായാണിത്. ടീച്ചർ പോയിന്റ് ചെയ്യുന്നതിലേക്ക് മാത്രം നിങ്ങളിപ്പോ നോക്കിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ വേറെ അക്ഷരങ്ങളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നോക്കാം. ഷ ഉണ്ടാ? ഇതാണ് മഷി ഉണ്ടാ? ബോട്ടില് ഇരിക്കുന്നു, അതാണ് മഷി. മ ഷ ഇ ഷി, മഷി. എന്താണ്? മഷി. ഷ എഴുതി നോക്കിയേ. ഷ. ഉദാഹരണം വാക്ക് മഷി. കിട്ടിയോ? മഷി. ഓക്കെ, ഒന്നുകൂടെ നോക്കിയേ. മഷി. നമുക്കിനി എന്ത് ചെയ്യാം? ഈ ഷ ഉപയോഗിച്ച് എന്താണ്? ചിഹ്നങ്ങൾ ചേർത്ത് എഴുതാം. ഓക്കെ, വായോ. ഷ ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അടുത്തത് നോക്കുക. ഷ, ഷി, ഷീ, ഷു, ഷൂ, ഷൃ, 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 ഷേ, ഷേ, ഷൈ, ഷോ, ഷോ, ഷൗ, ഷം, ഷ. കണ്ടോ? ഒന്ന് വായിച്ചാലോ. ഷ, ഷാ, ഷി, ഷീ, ഷു, ഷൂ, ഷൃ, ഷേ, ഷേ, ഷൈ, ഷോ, ഷോ, ഷൗ, ഷം, ഷ. കണ്ടോ? എഴുതുന്നത് എങ്ങനെയാന്ന് കിട്ടിയില്ലേ? ഇങ്ങനെയാണ് ഷ എഴുതുന്നത്. ഓക്കെ, മറക്കരുത്.
വീണ്ടും വീണ്ടും ആവർത്തിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ എഴുതിയും പറഞ്ഞും ഉറക്കെ പറഞ്ഞും എഴുതിയൊക്കെ പഠിക്കണം. പറയുമ്പോൾ ഉറക്കെ പറഞ്ഞ് പഠിക്കുക. എഴുതുമ്പോൾ നന്നായിട്ട് സംശയമുള്ളത് ഒന്നും കൂടെ ക്ലാസ് കണ്ടിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ. 15 മിനിറ്റ് മലയാളം വായിക്കാനും എഴുതാനും സമയം കണ്ടെത്തുക. നിരന്തരമുള്ള സ്ഥിരമായ ഉത്സാഹം, സ്ഥിരമായ നമ്മുടെ പ്രയത്നം, പരിശ്രമം നമുക്ക് വിജയം കൊണ്ടുവരും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നന്ദി. ശുഭദിനം. ബൈ.